മഴക്കാലമാണ് യാത്രയ്ക്ക് പറ്റിയ സമയമല്ലെങ്കിലും ഇന്ന് യാത്രയിൽ തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ഈ മഴക്കാലത്താണ് ആ കാഴ്ചകൾ നമുക്ക് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലൊന്നാണ് കബനി. വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ബീച്ചനഹള്ളി ഡാമിലേക്കാണ്. വയനാട്ടിൽ മഴ തകർത്ത് പെയ്യുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കബനി നദിയും തുറന്നുവെച്ച ബീച്ചനഹള്ളി അണക്കെട്ടും ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആ കാഴ്ചയിലേക്കാണ് നാഗർഹോളെ വനം കടന്ന് സുർജിത് അയ്യപ്പത്തും സഹപ്രവർത്തകരുടെയും ഇന്നത്തെ യാത്ര. കണ്ടുവരാം ആ മഴക്കാലത്തെ നിറക്കാഴ്ചകൾ. വയനാട്ടിൽ മഴയ്ക്ക് നല്ല കുറവുണ്ട്, പക്ഷേ കബനിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ ഒഴുകുകയാണ്. ഈ വെള്ളം എത്തുന്നത് HD കോട്ടയിലെ ബീച്ചനഹള്ളി ഡാമിലേക്കാണ്. ഡാം ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഗംഭീര കാഴ്ചയാവൂല്ലേ. ബാവലിയിലാണ് നമ്മളുള്ളത്. ബാവലിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് പ്രാവശ്യം? 50 കിലോമീറ്റർ ഉണ്ടാവും. 50 കിലോമീറ്റർ വിടാം. യാത്രക്കിടെ ചിലപ്പോൾ വന്യമൃഗങ്ങളെ കാണാനാകും. സന്ധ്യ കഴിഞ്ഞാൽ ഉറപ്പായും കാണാം. ആനകളും കാട്ടുപോത്തും മാനുകളും നിറയുന്ന പാത രാത്രി 6 മണിയോടെ അടച്ചിടും. ബീച്ചനഹള്ളിയിലേക്കുള്ള വഴിയിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് പിന്നിട്ട് നമ്മൾ ഗ്രാമീണ മേഖലയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ധാരാളം കൃഷിത്തോട്ടങ്ങൾ കണ്ടു. ഇവിടെ ധാരാളം മലയാളികൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇഞ്ചി, ചോളം, മഞ്ഞൾ, അങ്ങനെ വൈവിധ്യമാർന്ന കൃഷിയിടങ്ങൾ. ആ കൃഷിയിടങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താരക എന്ന് പറയുന്നൊരു ഡാമുണ്ട്, ചെറിയ മറ്റൊരു ഡാമാണ്. ആ ഡാമിൻ്റെ പരിസരത്തായി ധാരാളം മത്സ്യം വിൽക്കുന്ന കടകൾ, മീൻ വിഭവങ്ങൾ കിട്ടുന്ന കടകളുണ്ടെന്ന് അറിഞ്ഞു. ഭക്ഷണം കഴിക്കാനുള്ള സമയവുമായി, ഉച്ചനേരമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കട ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കടയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ മീൻ നമ്മുടെ നാട്ടിലെ തിലോപ്പി, ഇവിടെ ജിലേബി എന്നാണ് അതിൻ്റെ പേര്. ഒപ്പം തന്നെ കുഷ്ക എന്ന് പറഞ്ഞൊരു മഞ്ഞ നിറത്തിലുള്ളൊരു ചോറാണ് നമ്മൾ കഴിക്കുന്നത്. എന്തായാലും കുഷ്കയും മീനും കൂട്ടി ഒരു പിടുത്തം ഉച്ചയ്ക്ക്. അങ്ങനെ കുഷ്കയും മീനും ചേർത്ത് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. ഇതാണ് ഷബാന എന്ന് പറഞ്ഞ ചേച്ചി. ഇവരാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്. അധികം വിലയൊന്നും ഇവിടെ ഇല്ല, കാരണം 70 രൂപയ്ക്കാണ് ഒരു മീൻ കിട്ടുന്നത്. താരക അണക്കെട്ടിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷ് മീനുകളാണ്, അതാണിത്ര വിലക്കുറവ്. വേനലിൽ ബീച്ചനഹള്ളി അണക്കെട്ടിൽ നിന്ന് താരക ഡാം നിറയ്ക്കാറുണ്ടത്രേ. 12 കൊല്ലമായി ഞങ്ങൾ ഇട്ടത്. ഇവിടുന്ന് നടത്തിട്ട് പോകുന്നതേ ഉള്ളൂ. പിന്നെ വില 70 രൂപ 60 രൂപ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. 20 രൂപേൻ്റെ ഉണ്ടാക്കിയത്. മസാലയെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, റെഡിമെയ്ഡ് ഒന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. തിന്നാൻ ആൾ വരുന്നല്ലേ, അതിന് നന്നായിട്ട് കൊടുത്താലേ വരുന്നത്. ധാരാളം മലയാളികളൊക്കെ ഇവിടെ വരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം അത്രമാത്രം തിരക്കുള്ള ഒരു പ്രദേശമാണിത്. ഡാം ഉണ്ട്, ഒരുപാട് കടകളുണ്ട്. ഇവരുടെ കടകൾ മാത്രമല്ല, ഒരുപാട് കടകളുണ്ട്. ചില കാഴ്ചകളൊക്കെ അവിടെ കാണാനുമുണ്ട്. ധാരാളം പേരുണ്ട്. മഴ വരുന്നുണ്ട്, അതിനു മുമ്പേ നമുക്ക് നേരെ ബീച്ചനഹള്ളി പിടിക്കണം. അത് കാരണം തിടുക്കത്തിൽ നമ്മൾ യാത്ര തുടരുകയാണ്. ബീച്ചനഹള്ളിയിലേക്കുള്ള വഴിയിൽ നിറച്ചും കാഴ്ചകളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ചെണ്ടുമല്ലി തോട്ടത്തിൻ്റെ അരികിലാണ്. വളരെ സമൃദ്ധമായി അതിങ്ങനെ വിളയുന്നു. ഒരു ഭാഗത്ത് ഇഞ്ചി കാണാം, വാഴ കാണാം, അങ്ങനെ പലതരത്തിലുള്ള കൃഷിയും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാഴ, ഇഞ്ചി ഇതൊക്കെ ഉണ്ട്. ചെണ്ടുമല്ലി പൂത്തോട്ടം ഇതൊക്കെ ഉണ്ട്. ഇത് മലയാളികളുടെ തോട്ടമാണ്. ഇനി ലക്ഷ്യം കബനിയെ കൊള്ളുന്ന ബീച്ചനഹള്ളിയാണ്. ഗ്രാമങ്ങൾ കടന്ന് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചനഹള്ളി ഡാമിൻ്റെ പരിസരത്തെത്തി. ഇവിടെ ഇപ്പോൾ വെള്ളം വലിയ രീതിയിൽ പുറത്തേക്ക് വിടുന്നുണ്ട്. 60,000 ക്യൂസെക്സിലധികം വെള്ളമാണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഡാമിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ ക്യാമറയൊന്നും ഉപയോഗിച്ച് ദൃശ്യങ്ങൾ എടുക്കലൊന്നും പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രതിസന്ധി നമുക്ക് മുന്നിലുണ്ട്.
നമ്മൾ ഫോണൊക്കെ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അണക്കെട്ടിന് മുകളിലൂടെയുള്ള യാത്ര വിസ്മയമായി തോന്നി. വയനാട്ടിലെ മഴ അണക്കെട്ടിനെ നിറച്ചിരിക്കുന്നു. കാവേരി അന്തർ സംസ്ഥാന നദീജല കരാറിൽ കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം ഫലപ്രദമായി വിനിയോഗിക്കാനാകാത്ത അവസ്ഥയെക്കുറിച്ച് ഓർത്തുപോകുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. ആ വെള്ളം വിനിയോഗിക്കാനായാൽ മുള്ളംകൊല്ലിയും പുൽപ്പള്ളിയും വേനലിൽ ഉണങ്ങിക്കരിയില്ലായിരുന്നു. നമ്മുടെ ചെറുപുഴയും തലപ്പുഴയും മാനന്തവാടി പുഴയും പനമരം പുഴയും എല്ലാം ചേർന്ന് കബനിയാകുന്നു. കബനി കർണാടകയെ നനച്ചൊഴുകുന്നു. റൈഡിംഗ് റിപ്പോർട്ടറുടെ കബനി യാത്ര ഇവിടെ അവസാനിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.